അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ കാത്തുകാത്തിരുന്ന അറഫാ രാവ് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അല്ലേ. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാ. പടച്ചോൻ ഇങ്ങനൊരു രാവിലെ സംഗമിക്കാൻ നമുക്ക് ഭാഗ്യം തന്നില്ലേ. മനസ്സറിഞ്ഞ് ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞ് സങ്കടങ്ങളൊക്കെ മറന്നിട്ട് സങ്കടങ്ങളൊക്കെ ഇന്ന് തീരണം. അറഫയിൽ സങ്കടം തീർന്നില്ലെങ്കിൽ പിന്നെ എന്ന് തീരാനാ? മനസ്സറിഞ്ഞിട്ടൊന്ന് ചിരിച്ച് ഒരു അൽഹംദുലില്ലാ പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു മുക്തി തരട്ടെ. ഒരുപാട് പാപങ്ങൾ കയ്യും കണക്കുമില്ലാതെ സംഭവിച്ചു പോയിട്ടുണ്ട് അല്ലേ. നമ്മൾ മനുഷ്യന്മാരല്ലേ, സംഭവിച്ചിട്ടുണ്ട് ഒരുപാട്. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധമായ അറഫാ ദിനത്തിൽ കയ്യും കണക്കുമില്ലാതെ ആളുകൾക്ക് പുറത്തു കൊടുക്കുന്ന ദിവസമാണ്, നരകമോചനം നൽകണ ദിവസമാണ്. പഠിച്ചോനെ, ഞങ്ങൾക്ക് നീ നരകമോചനം നൽകണേ അല്ലാ. ഒരു 11 തവണ പറഞ്ഞ് അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, 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 അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. കരുണക്കടലായ റബ്ബ് അവൻ്റെ കാരുണ്യം കൊണ്ട് അല്ലേ, അല്ലാതെ ഇപ്പോൾ നമ്മൾ ചെയ്ത അമലുകളൊക്കെ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? ഉണ്ടോ? അതിന് മാത്രം അമലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ആകെ കുറഞ്ഞ ആയുസിൻ്റെ അകത്ത് എന്തമല നമ്മൾ ചെയ്യണേ? ഇനി ചെയ്യുന്നതിൽ തന്നെ എന്ത് ഇഖ്ലാസാ നമുക്കുള്ളത്? പ്രതീക്ഷ മുഴുവൻ അവൻ്റെ കാരുണ്യത്തിലാണ്. അവൻ്റെ കാരുണ്യമില്ലാതെ ഒരു സ്വർഗവും നമ്മൾ പ്രതീക്ഷിക്കണ്ട കേട്ടോ. അള്ളാൻ്റെ കാരുണ്യം എപ്പോഴും നമ്മൾ പറയണത് പോലെ 70 ഉമ്മയേക്കാൾ 70 ആളുകളെക്കാൾ എന്നല്ല കേട്ടോ, 70 ഉമ്മാനേക്കാൾ അത്രമേൽ വലിയ സ്നേഹമാണ് എൻ്റെ നാഥൻ എന്നോട്. അത്ര ഇഷ്ടമാണ് എൻ്റെ റബ്ബിന്. നമ്മൾ മൂസാ നബിയുടെ ഒരു ചരിത്രം പറയാറില്ലേ. ഒരു സഹോദരി വന്ന് ചോദിക്കുന്നില്ലേ, മൂസാ നബിയെ, കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി മക്കളില്ല നബിയെ, ഒന്ന് ദ്വാരക്കണം. മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോഴും മരുമക്കളെ കുറ്റം പറയുന്ന അമ്മായിയമ്മമാരൊക്കെ ഉണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഉപകരിക്കൂ നിങ്ങൾ കരുതുന്നുണ്ടോ? എടാ, അല്ല തന്നാലേ ഉണ്ടാവുള്ളൂ. അല്ല തരണം, അല്ല തരണം. മൂസാ നബി ദുആയിരുന്നു പടച്ചവനോട്, യാ റബ്ബി, ഈ സഹോദരിക്ക് നീ ഒരു കുഞ്ഞിനെ കൊടുക്കണേ അല്ലാ, ഒരു കുഞ്ഞിനെ കൊടുക്കണേ അല്ലാ. മൂസാ നബി ദ്വാരക്കാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? അല്ല പറയാണ്, മൂസാ നബിയെ, അവർക്ക് കുഞ്ഞുണ്ടാവില്ല. ഇന്നി കത്തബ്തുഹ അഖീം, ഞാൻ അവളെ പടച്ചത്, അവളെ സൃഷ്ടിച്ചതൊരു വന്ധ്യയായിട്ടാണ്. അവളുടെ വിധി അങ്ങനെയാണ്, അവൾ പ്രസവിക്കൂല നബിയെ, നിങ്ങൾ ക്ഷമിക്കാൻ പറയണം. മൂസാ നബി അലൈഹി സ്വലാം സങ്കടത്തോടെ സഹോദരിയോട് പറഞ്ഞു, മോളെ, അള്ളാൻ്റെ വിധിയിൽ നീ പ്രസവിക്കൂല കേട്ടോ, ക്ഷമിച്ചാൽ മതി, അല്ല എല്ലാം തരും. അപ്പോഴും അവർ പ്രതീക്ഷ കൈവിടണില്ല. നിങ്ങൾ അള്ളാൻ്റെ നബിയല്ലേ, നിങ്ങളൊന്ന് ദ്വാരക്കണം കേട്ടോ എന്നാണ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മൂസാ നബി കണ്ട കാഴ്ച എന്താ? ഒരു ദിവസം മൂസാ നബിയും തൻ്റെ അനുചരന്മാരും കൂടെ ഇങ്ങനെ നടന്നു പോണ വഴിക്ക് അന്ന് തൻ്റെ അടുത്ത് വന്ന സഹോദരി കയ്യിലൊരു കുഞ്ഞിനെ പിടിച്ച് നിൽപ്പുണ്ട്. ഇതാരുടെ കുഞ്ഞാ? ഇതെൻ്റെ കുഞ്ഞാണ്. റസഖനില്ല, എൻ്റെ റബ്ബ് എനിക്ക് തന്ന എൻ്റെ പൊന്നു മോനാണിത്. നിനക്കെങ്ങനെ കുഞ്ഞുണ്ടാവും? കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞത് അല്ലല്ലേ, എന്തിനാ നുണ പറയുന്നേ? ഞാൻ എന്തിനു നുണ പറയണം മൂസാ, ഇതെൻ്റെ റബ്ബ് തന്ന എൻ്റെ പൊന്നുമോനാണ്. മൂസാ നബി അള്ളാഹിനോട് ചോദിക്കുക, യാ റബ്ബി, ഇവൾ പറയുന്നത് സത്യമാണോ? അല്ല, സത്യമാണ് മൂസ, അത് അവളുടെ കുഞ്ഞാണ്. നീയല്ലേ റബ്ബി കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞത്? ശരിയാണ് മൂസ, പക്ഷേ അവൾ എന്നെ വിളിച്ചു മൂസ, റഹ്മാൻ റഹ്മാൻ റഹ്മാൻ, എൻ്റെ കാരുണ്യത്തിൻ്റെ മുഴുവൻ അർത്ഥങ്ങളും മേളിച്ച് നിൽക്കുന്ന ആ മനോഹരമായ വാക്കുകൊണ്ട് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല മൂസ. അല്ലാഹു റബ്ബുൽ ആലമീൻ, ഇത്രയുള്ള നമ്മുടെ റബ്ബ് റഹ്മാൻ. അള്ളാഹ്ക്ക് അത്രമേൽ ഇഷ്ടമല്ലേ. അതുകൊണ്ട് തന്നെ ഈ അറഫാ രാവിലും പകലിലും ഒക്കെ നമുക്ക് അള്ളാൻ്റെ കാരുണ്യമാണ് കിട്ടേണ്ടത്. അള്ളാൻ്റെ കാരുണ്യം മേടിച്ചെടുക്കണം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒന്ന് ചൊല്ലിക്കേ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ,
يا أرحم الراحمين 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 കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, നിന്റെ കരുണാ കടാക്ഷം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്താക്കല്ലേ അല്ലാ. പ്രതീക്ഷ മുഴുവൻ നിന്റെ കാരുണ്യത്തിലാണ് അല്ലാ. ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിലൊക്കെ പടച്ചോന്റെ കാരുണ്യം ലഭിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു വഴി എന്താ? പാവപ്പെട്ട മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കല അല്ലേ? നമ്മുടെ ഒരു ഉസ്താദിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. സ്വന്തമായിട്ടൊരു വീടില്ല, കടക്കണിയിൽപ്പെട്ട ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യന്മാർ നമുക്കിടയിലുണ്ട് അല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെയൊക്കെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളെ പടച്ചോൻ ചേർത്ത് പിടിക്കൂലേ? അവരുടെ പ്രയാസങ്ങൾ നമ്മൾ നീക്കിക്കൊടുക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കിത്തരൂല്ലേ? അൽഹംദുലില്ലാ, നമ്മുടെ റിലീഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളിലേക്ക് പെരുന്നാൾ റിലീഫ് കിറ്റൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റി. അപ്പം അതിൻ്റെയൊക്കെ കാരണം നിങ്ങളാണ്. നിങ്ങൾ നൽകുന്ന ഹദിയയിൽ നിന്നാണ് ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഉസ്താദിൻ്റെ കാര്യം കൂടെ നമ്മളൊക്കെ ഏറ്റെടുക്കണം. കഴിയുന്നത് പോലെ നല്ല ഹദിയ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ റിലീഫ് പദ്ധതിയിലേക്ക് അയക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്പറിലേക്ക് അയച്ചിട്ട് പോരുന്നില്ലെങ്കിൽ സൈഡിലൊരു QR കോഡ് കണ്ടോ, ഒരു കോഡ്, ആ കോഡ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്കത് സ്കാൻ ചെയ്ത് അയക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ കരുണക്കടലായ റബ്ബ് നമ്മളെ ചേർത്ത് പിടിക്കില്ലേ? അള്ളാഹു ഈ സ്വതക്കയുടെ ഹദിയുടെ ഒക്കെ ബർക്കത്തുണ്ട്. പരിശുദ്ധമായ അറഫയുടെ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്ക് ഇത് പെരുന്നാൾ രാവാണ്. അവരുടെ പെരുന്നാൾ രാവ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള രാത്രിയാണ്. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ എല്ലാം ആ ദുആഇൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ അറഫ രാവും പകലൊക്കെ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ദിക്ർ മുത്തുനബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? ഞാനും അമ്പിയാക്കളും ധാരാളമായി ചൊല്ലിയ ദിക്ർ എന്ന് പറഞ്ഞത് ഏതാ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير
لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. ഈ പരിശുദ്ധമായ ദിക്ർ നമ്മുടെ മജ്ലിസ് കഴിഞ്ഞാൽ ഒരു 100 തവണയൊക്കെ നമ്മൾ ചൊല്ലണം. ചൊല്ലിയിട്ട് അള്ളാഹിനോട് മനസ്സറിഞ്ഞിട്ട് നമ്മുടെ സങ്കടങ്ങൾ പറയണം. എല്ലാ സങ്കടങ്ങളും മാത്രമല്ല, ആദ്യം പടച്ചവനായിട്ട് കുറച്ചു നേരം വർത്താനം പറയണം. ഇന്നത്തെ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാതെ ഒരാളും മാറിപ്പോകരുത് കേട്ടോ, ഒരാൾ ഒഴിവാകരുത്. തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന വേളയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പടച്ചവനോട് കുറച്ചു നേരം ഇരുന്ന് വർത്താനം പറയണമെന്നേ. ഈ പരിശുദ്ധമായ രാവിലെ അള്ളാഹു അവൻ്റെ സഹായം കൊണ്ട് നമ്മിലേക്ക് അടുത്തു വരുന്ന നിമിഷമല്ലേ. അവൻ്റെ റഹ്മത്ത് ചോദിക്കുന്നവർക്കൊക്കെ പടച്ചവൻ കൊടുക്കുമെന്നാണ്. അള്ളാഹു അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഹൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന ദീർഘായുസ്സിനും ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാലമൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കരുണക്കടലായ റബ്ബേ, അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ രാവും പകലും ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. അറഫയുടെ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നമുക്ക് ദുനിയാവ് ആഖിറൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹജ്ജിലെ ആദ്യവത്തിൽ നമ്മളോട് ചൊല്ലാൻ പറഞ്ഞ ദിക്റുണ്ടല്ലോ, മനസ്സറിഞ്ഞ് ചൊല്ലിക്കുക ഒരു 11 പ്രാവശ്യം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം.
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പടച്ചോൻ എന്നെ കൊണ്ടൊരു കഴിവുമില്ല, കഴിവ് മുഴുവൻ നിനക്ക് മാത്രമാണ് അല്ലാഹ്. കഴിവ് മുഴുവൻ നിനക്ക് മാത്രമാണ്, എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല. അതൊരു സമ്മതിക്കൽ കൂടെയാണ്. കരുണക്കടലായ റബ്ബേ, ഞങ്ങൾ ഒന്നിനും കഴിവില്ലാത്ത നിന്റെ അടിമകൾ മാത്രമാണ് റബ്ബേ. അഹങ്കാരം ലവലേശം കൽബിലില്ലാത്ത അവസ്ഥയിൽ നിന്നെ പ്രണയിക്കാൻ, നിന്നെ സ്നേഹിക്കാൻ, നിന്നിൽ നിന്ന് എല്ലാ സന്തോഷങ്ങളും ആസ്വദിക്കാൻ നീ തൗഫീഖ് നൽകണേ ചമ്പുരാനെ, നീ കബൂൽ ചെയ്യണേ അല്ലാ. നമുക്ക് ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവരെ അല്ലാഹ് വിളിക്കുന്നത് യാ മാദിഹർ റഹ്മാൻ, യാ മാദിഹർ റഹ്മാൻ. അല്ലാഹനെ പുകഴ്ത്തിയവരെവിടെയെന്നാണ് വിളിക്കുക നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ. നമുക്ക് കുറച്ച് സൂറത്തുൽ ഇഖ്ലാസ് ഓതാം, വളരെ കുറച്ച് തവണ. എന്നിട്ട് നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലണം. അത്ഭുതങ്ങളുടെ കലവറയാണല്ലേ. ഏതായാലും സൂറത്തുൽ ഇഖ്ലാസ് നമുക്കൊന്ന് പാരായണം ചെയ്യാം. മനസ്സറിഞ്ഞോത്, ഓതാൻ പറ്റാത്തവർ കേൾക്കുക. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد
الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد يا ربنا سورة الإخلاص عند بركة يا ربي ഞങ്ങളുടെ കൽബറിയുന്ന നാഥാ എല്ലാ സന്തോഷങ്ങളും നീ നൽകണേ തമ്പുരാനെ. ഒരുപാട് വേദനകൾ കൊണ്ട് ഈ മജ്‌ലിസിലിരിക്കുന്നവരുണ്ട്. എല്ലാ വേദനകളും നീ ദൂരീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. അത്ഭുതങ്ങളുടെ കലവറയായ സ്വലാത്തുൽ ഫാത്തിഹ നമുക്കൊന്ന് ചൊല്ലാം. സ്വലാത്തുൽ ഫാത്തിഹ. അടഞ്ഞു കിടക്കണ എന്തൊക്കെയുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ, അടഞ്ഞു കിടക്കണത് എന്തൊക്കെയാണ്, അതൊക്കെ പടച്ചോനങ്ങ് തുറന്നു തരും. അത്രമേൽ പടച്ചോ നിങ്ങളങ്ങ് സ്നേഹിക്കും. മുത്തറസൂലിന്റെ തിരുനോട്ടം കിട്ടും. ഇതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത്? സ്വലാത്തുൽ ഫാത്തിഹ ഒന്ന് ചൊല്ലാം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. إن شاء الله നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അറഫ രാവിനേക്കാൾ പുണ്യം അറഫയുടെ പകലിനാണ് അല്ലേ? അള്ളാഹ് അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു പകല് വേറെ ഇല്ല എന്നാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ഒരുമിക്കണം. 4:30 അറഫ ദിവസം അറഫയുടെ പകലിൽ 4:30 നമുക്ക് ഒരുമിക്കണം. എല്ലാവരും ഉണ്ടാവൂലേ? നമുക്ക് കുറച്ചു നേരം ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം. നാളെ രാവിലെ 6 മണിക്ക് സ്വബാഹുൽ ഖൈറുണ്ട്. എല്ലാ തിരക്കും മാറ്റിവെച്ച് അത്ഭുതങ്ങളുടെ കലവറയായ ചില ദിക്റുകളൂടെ പഠിക്കാനുണ്ട്. അതൊക്കെ പഠിക്കണം. നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് സൂറത്തുൽ ഫജ്ർ നമുക്കൊന്ന് പാരായണം ചെയ്യണ്ടേ? സൂറത്തുൽ ഫജ്ർ ഈ പരിശുദ്ധ ദിനരാത്രങ്ങളിൽ ഓതിയിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹ് തരുമെന്നല്ലേ? മനസ്സറിഞ്ഞ് നമുക്ക് ചോദിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن
كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العظيم. അൽഹംദുലില്ലാഹ്. ഞാനിങ്ങനെ കമന്റുകളിലൂടെ ഇങ്ങനെ നോക്കുമ്പോഴേ ഒരുപാട് സങ്കടങ്ങളാണ് ഓരോരുത്തർക്കും. അസുഖബാധിതരായ ആളുകൾ, കടക്കണിയിൽപ്പെട്ടവർ, മാരക രോഗത്തിനടിമയായവർ, വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, യാ റബ്ബി, അങ്ങനെ തുടങ്ങി കയ്യും കണക്കോ ഇല്ലാതെ ഒരുപാട് സങ്കടം. മക്കൾക്ക് നല്ല അഡ്മിഷന് വേണ്ടിയിട്ട്, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ, ഭർത്താവ് നന്നാകാൻ, ദൂരം സങ്കടങ്ങളാണ്. അള്ളാഹു എല്ലാ സങ്കടങ്ങളും എല്ലാവർക്കും നീക്കി തന്ന റാഹത്തായ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് യാ റബ്ബന ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്ത ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവരുടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹമുറാഹിമായ കരുണക്കടലായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ മിസ്ല് സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടം നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ കാവലേകണേ അല്ലാഹ്. പരിശുദ്ധമായ അറഫയുടെ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും കൽബറിയുന്ന റബ്ബേ, എന്തെല്ലാം മുറാദ് കൽബിലുണ്ടെങ്കിലും ആ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാഹ്. പലരുടെയും കൽബകം വിങ്ങുകയാണ്, വിങ്ങിപ്പൊട്ടുകയാണ് റബ്ബേ. പലരും കണ്ണുനീരോടുകൂടെയാണ് ഈ മജ്ലിസിലിരിക്കുന്നത്. എന്തെല്ലാം വേദനകളുണ്ടെങ്കിലും നീക്കണേ അല്ലാഹ്. സമാധാനം നിന്റെ ഔദാര്യമായി തരണേ അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പലരും അസുഖബാധിതരാണ്. ശിഫ നൽകണേ അല്ലാഹ്. ഷാഫിയായ റബ്ബേ, നീ ഞങ്ങളെ കൈവെടിയല്ലേ അല്ലാഹ്. നീ കൈവെടിഞ്ഞാൽ പോകാനൊരിടമില്ല അല്ലാഹ്. മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്നൊരവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പൊന്നുമക്കൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്. മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്ന, ഉപദ്രവിക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. അവരുടെ ഒരു ശബ്ദം പോലും ഉയരാത്ത നിലക്ക് സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മാടയും ഉപ്പാടയും പൊരുത്തമുള്ള മക്കളാക്കണേ അല്ലാഹ്. പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ലാഹ്. നല്ല സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നൽകണേ അല്ലാഹ്. എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും വിജയം നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ ഹോസ്പിറ്റലുകളിൽ കയറിയിറങ്ങുന്നവരുണ്ട്. കണ്ണുനീർ തുടയ്ക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഈ രാവിന്റെയും പകലിന്റെയും ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ ഖായിബാക്കല്ലേ അല്ലാഹ്. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാഹ്. എല്ലാ പൈശാചികതകളിൽ നിന്നും
മുക്തി നൽകണേ അല്ലാ. എല്ലാ ശർറുകളും ബാത്തിലാക്കണേ അല്ലാ. പടച്ചവനെ, പാമ്പുകളുടെ ഉപദ്രവം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാ ശർറുകളിൽ നിന്നും മഹാനായ സയ്യിദി അഹ്മദ് അൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ ബറക്കത്ത് കൊണ്ട് കാവലേകണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ, ഞങ്ങളുടെ പൊന്നുമക്കൾ പതിയെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങാറായി. നല്ല ശോഭനമായ ഭാവി നൽകണേ അല്ലാ. നല്ല ശോഭനമായ ഭാവി നൽകണേ അല്ലാ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് കാവലേകണേ അല്ലാ. അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് സുരക്ഷിതത്വം നൽകണേ അല്ലാ. യാ റബ്ബനാ, വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നീ നൽകണേ അല്ലാ. വിവാഹം ഉറപ്പിച്ചവരുണ്ട്, ഭംഗിയായി നടത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. കരുണക്കടലായ തമ്പുരാനെ, ഒരുപാട് സങ്കടങ്ങൾ മനസ്സിനെ അലട്ടുന്നുണ്ട്. പുറത്തു പറയാൻ പറ്റാത്ത വിഷമങ്ങളുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. അവരുടെ സങ്കടങ്ങൾ എന്താണെങ്കിലും ഏതാണെങ്കിലും നീ അറിയുന്നവരാണല്ലോ റബ്ബേ. സങ്കടങ്ങളെല്ലാം അകറ്റണേ അല്ലാ. യാ റബ്ബന, വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണേ അല്ലാ. ഹൈറായ ഭവനം നൽകണേ അല്ലാ. ഹൈറായ സന്തോഷം നൽകണേ അല്ലാ. പടച്ചവനെ, വീട് വിൽക്കാനിട്ടിരിക്കുന്നവരുണ്ട്, എളുപ്പത്തിൽ കച്ചവടമാക്കണേ അല്ലാ. കടക്കണിയിൽപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട്, കടം വീട്ടാൻ വകയില്ലാത്ത പ്രയാസത്തിലാ. യാ റബ്ബനാ, ലോൺ എടുത്തറിയാതെ പെട്ടുപോയവരുണ്ട്, നീ ഏറ്റെടുക്കണേ അല്ലാ. നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളുടെ റിലീഫ് പദ്ധതിയിലേക്ക് സഹായങ്ങൾ നൽകിയവരുണ്ട്. യാ റബ്ബനാ, കയ്യിലില്ലാതിരുന്നിട്ട് പോലും സഹായിച്ചവരുണ്ട്, അവരെ നീ ചേർത്ത് പിടിക്കണേ അല്ലാ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നവരെ നീ പ്രയാസങ്ങളില്ലാതെ കാത്തു സംരക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, മരിക്കുന്നതിന് മുൻപ് കഅബാലയം തവാഫ് ചെയ്യാൻ, സഫാ മർവക്കടയിലൊന്ന് സഅയ് ചെയ്യാൻ, ജംറകളിലൊന്ന് കല്ലെറിയാൻ, മഖാമു ഇബ്രാഹിമിന്റെ മുമ്പിലൊന്ന് നമസ്കരിക്കാൻ, ഹജറുൽ അസ്വദ് ഒന്ന് വാരിപ്പുണരാൻ, എല്ലാം കഴിഞ്ഞെന്റെ നേതാവ്, ലോകത്തിന്റെ നേതാവ്, താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സറിഞ്ഞ് സലാം പറഞ്ഞ് ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് പുണ്യഭൂമിയിലേക്ക് പോയവരുണ്ട്, എല്ലാ അമലും നിന്റെ തൃപ്തിയിൽ പൂർത്തീകരിച്ച് തിരിച്ചെത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സന്താനങ്ങൾ, ഇണകൾ, സഹോദരങ്ങൾ പലരും കബറുകളിലാണ്. കബറിടം നീ വെളിച്ചമാക്കണേ അല്ലാ. എന്തെങ്കിലും അദാബുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ദൂരീകരിക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. ഈ മാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ, പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. അമലുകൾ കുറവാണ് അല്ലാ. പടച്ചവനെ, നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ ആരാരും തുണയില്ലാത്ത സമയത്ത്, പൊന്നുമ്മക്ക് പോലും ഞങ്ങളെ വേണ്ടാത്ത സമയത്ത്, നിന്റെ ഹബീബായ താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നൽകണേ അല്ലാ. തിരുകരം പിടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. യോഗ്യതയില്ലെങ്കിലും കൊതിയേറെയുണ്ട് അല്ലാ. പടച്ചവനെ, വല്ലാത്തൊരു കൊതി നിന്നെയൊന്ന് കാണാനാണ് അല്ലാ. നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ അല്ലാ. നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ അല്ലാ. നിന്റെ കാരുണ്യത്തിന്റെ തിരുദർശനം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين بحقه. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله وبركاته.